കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. കുറച്ചു നേരം കഴിഞ്ഞതും ശ്രീ പതിയെ ഡോറ് തുറന്ന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ശിവയുടെ റൂമിലേക്ക് നടന്നു. ആവൂ, ഡോറ് ലോക്കല്ല. എൻ്റെ ദൈവങ്ങളെ, ഒക്കെ ഞാൻ വിചാരിച്ച പോലെ നടന്ന ഉണ്ണിയേട്ടനെ കൊണ്ടൊരു സൈന പ്രശ്നം ചെയ്യിപ്പിക്കാമേ. ശ്രീ മനസ്സിൽ ദൈവങ്ങളെയും വിളിച്ച് പതിയെ ഫോണിന്റെ വെട്ടത്തിൽ ബെഡിലേക്ക് കിടന്ന ശിവയുടെ അരികിലേക്ക് നടന്ന് എന്നിട്ട് അവൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് വിരൽ കൊണ്ടുപോയി കുറെ കൈവീശി ഞൊടിച്ചു നോക്കിയെങ്കിലും അവൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി. ഓ, കിടക്കണ കിടപ്പ് കണ്ടില്ലേ? കാലമാണ് ഒരു ചവിട്ടൊക്കെ വെച്ച് തരാൻ വേണ്ടേ? എന്തൊരു നിഷ്കളങ്കമായ മുഖം! ഈ മത്തങ്ങ മോന്ത അടിച്ച് പരത്താൻ വേണ്ടേ? ഇനി ആ കുന്ത എവിടെയാണോ വെച്ചിരിക്കുന്നത്? ശ്രീ ആ റൂമിൽ ശിവയുടെ ഫോണ് തിരിയാൻ തുടങ്ങി. അപ്പോഴാണ് അവൾ അവൻ്റെ ബെഡിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഫോണ് കണ്ടത്. ഫോൺ എടുത്തതും ലോക്ക് കണ്ട ശ്രീ പതിയെ ശ്രദ്ധയോടെ ശിവയെ ഉണർത്താതെ അവൻ്റെ വിരലെടുത്ത് ലോക്ക് ഓപ്പൺ ചെയ്ത് ഫോൺ അരിച്ചു പെറുക്കി ആ വീഡിയോ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. ഹാവു, പ്ലാൻ സക്സസ്! ഇനി ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. മോനെ ശിവ, നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. ഒരു യുദ്ധം ജയിച്ച പോരാളിയുടെ സന്തോഷത്തോടെ ശ്രീ ഫോൺ യഥാസ്ഥാനത്ത് വെച്ച് തിരിഞ്ഞു നടന്നതും അതിനു മുമ്പേ അവളുടെ കയ്യിൽ പിടുത്തം വിട്ടിരുന്നു. സബാഷ്! ഒരു ഓലക്കേറും വെള്ളത്തുണി ഇങ്ങനെ എടുത്തോളൂ. ഈ കാലമാണ്ട് പിന്നെ വെട്ടിക്കൊന്ന് കറി വെച്ച് ആ പാട്ടിക്ക് കൊടുക്കാതെ എന്നാ മതിയായിരുന്നു. ശ്രീ തിരിഞ്ഞു നോക്കും മുമ്പേ ശിവ അവളെ പിടിച്ച് വലിച്ച് ബെഡിലേക്ക് ഇട്ടിരുന്നു. എന്റെ ബാഹുബലി മുതച്ച, എന്റെ ഈ കാലിന്റെ കൈന്ന് കാത്തോളണേ. അവളിൽ മുറുകി അവന്റെ കൈകൾ അയക്കാൻ ശ്രമിക്കും തോറും അവന്റെ കൈകൾ ശ്രീയിൽ മുറുകിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ശിവ ഉറക്കത്തിൽ അവൾ ഇറുകെ പോണെന്ന് ശ്രീയുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയത്. അവന്റെ വെട്ടിയൊതുക്കിയ കുറ്റി താണികൾ കഴുത്തിലേറ്റതും ശ്രീ ഒന്ന് പിടഞ്ഞു. അവനെ തന്റെ മേലിൽ നിന്ന് തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്റെ ദൈവമേ, പാണ്ടിലോറിയുടെ അടിയിൽപ്പെട്ട താവളയുടെ അവസ്ഥയാ. ശിവനെ, ഈ കാലന് ഉരുക്കാണോ? ഇങ്ങനെ പേരെ ഞെക്കി കൊല്ലും. ഇങ്ങനെ കൈകൊണ്ട് ശ്വാസം വിട്ട് മരിക്കാൻ അവന്റെ വിധി. തന്റെ പരിശ്രമം വിജയം കാണാതെ വന്നതും ശിവയുടെ കൈകൾക്കുള്ളിൽ ഞെരിഞ്ഞണങ്ങിക്കൊണ്ട് ശ്രീ ആത്മകഥിച്ചു. കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ശ്രീ അവനെ തന്നീന്ന് വേർപെടുത്തി ബെഡിൽ എണീറ്റിരുന്നതും അവൾക്ക് റൂമിൽ ലൈറ്റ് തെളിഞ്ഞിരുന്നു. തീർന്നു. ശ്രീ അവളെ തുറച്ചു നോക്കുന്ന ശിവയെ നോക്കി പല്ലിളിച്ച് കാണിച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഓടാൻ നിന്നതും അതിനു മുമ്പേ ശിവ വീണ്ടും അവളെ പിടിച്ച് ബെഡിലേക്ക് ഇട്ടിരുന്നു. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്നെ ബെഡിൽ നിന്നും എണീക്കാൻ ശ്രമിച്ചുകൊണ്ട് ശ്രീ പറഞ്ഞുവെങ്കിലും അവളെ പറഞ്ഞു മുഴുവനാക്കാൻ ശിവ സമ്മതിച്ചില്ല. വീണ്ടരുത് നീ. എന്താടി ഇവിടെ? അത് പിന്നെ, ദേഷ്യത്തോടെയുള്ള ശിവയുടെ ചോദ്യത്തിൽ ശ്രീ ഒന്ന് പരുങ്ങി. ഏത് പിന്നെ? ശിവയും വിടാൻ ഒരുക്കമില്ലാതെ ചോദിച്ചു. ഒന്നുമില്ലാതെയാണോ ഈ പാതിരാത്രി കൊണ്ട് കയറി വന്നേ? സത്യം പറയടി. ശ്രീയുടെ കയ്യിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് ശിവ ശബ്ദമുയർത്തി. അത് പിന്നെ, ഞാൻ നിങ്ങൾ വിളിച്ച പോലെ തോന്നി, അതുകൊണ്ട് വന്നതാ. പെട്ടെന്ന് വായിൽ വന്നൊരു കള്ളം ശ്രീ തട്ടിവിട്ടു. ദൈവമേ, ഈ കാലം വിശ്വസിച്ചാൽ മതിയായിരുന്നു. ആണോ? ശിവമയത്തിൽ ചോദിച്ചത് ശ്രീ നിഷ്കളങ്കത ആവശ്യത്തിൽ കൂടുതൽ വാരി വിതറി അതേന്ന് തലയാട്ടിയതും ആ നിമിഷം തന്നെ ശിവയുടെ കൈകൾ ശ്രീയുടെ ചെവിയിൽ വിടിരുന്നു. എന്റെ ചെവിന്ന് വിടുന്ന പാട്ടി! വേദന കാരണം ശ്രീ അലറി വിളിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടി മുഖത്ത് നോക്കി കള്ളം പറയരുതെന്ന്. അത് ഞാൻ മുഖത്ത് നോക്കിയിട്ടില്ലല്ലോ. ശ്രീ അവന്റെ പിടി അഴിച്ചതും ചെവിയും മുടിഞ്ഞ് അവനെ നോക്കി ചുണ്ടു കുറിപ്പിച്ചു കൊണ്ട് പറഞ്ഞു ശ്രീ. അവള് പറഞ്ഞത് കേട്ട് ശിവ അവളെ നോക്കി പല്ല് കടിച്ചു. നീ എന്തിനാ എൻ്റെ ഫോൺ എടുത്തത്? ഫോൺ സ്ഥാനം മാറി കിടക്കുന്നത് കണ്ടതും കാര്യം മനസ്സിലായി ശിവ ചോദിച്ചു. ഓഹോ, നിങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നല്ലേ? നിങ്ങളപ്പോ എന്നെ അറിഞ്ഞോട് കെട്ടിപ്പിടിച്ചതാണല്ലേ? ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയ പോലെ ശ്രീ പറഞ്ഞു. പിന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റിയ ഒരു സാധനം. എന്തോടെ കാലത്ത് എനിക്കൊരു പുച്ഛം, എനിക്ക് എന്തൊരു കുറവ്? ശിവ പുച്ഛിച്ചത് കേട്ട് ഇഷ്ടമാകാതെ ദേഷ്യത്തിൽ ശ്രീ ചോദിച്ചു. അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന് എൻ്റെ ഫോൺ എടുത്തേ? സത്യം പറയാതെ നിന്നെ ഞാൻ വിടില്ല. അതുകൊണ്ട് വേഗം പറഞ്ഞു. ഞാൻ ആ വീഡിയോ ഈ ഫോണിൽ നിന്ന് കളയാൻ വന്നതാ. അറിയാതെ നിങ്ങളുടെ അടുത്ത് കുടുങ്ങിപ്പോയതാ. ശിവയുടെ ഭീഷണി പേടിച്ച് ശ്രീ സത്യം പറഞ്ഞു. നീ ഇത്രയ്ക്ക് മന്ദബുദ്ധിയായി പോലെ ശ്രീ. നീ എന്താ കരുതിയത് എനിക്ക് നിന്നെ പോലെ ബുദ്ധിയില്ലെന്നും? നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാടി. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ കോപ്പി ചെയ്ത് മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ശ്രീ പറഞ്ഞത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ശിവ പറഞ്ഞതും ശ്രീ ദയനീയതയോട് അവനെ നോക്കി. ഏതായാലും നീ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ നിനക്ക് എന്തെങ്കിലും സമ്മാനം തരേണ്ടടി. ശിവയുടെ ഭാവം മാറിയത് കണ്ട് ശ്രീ ഉമനീരിറക്കി പോയി. എന്ത്? ശ്രീ ചോദിച്ചപ്പോഴേക്കും ശിവ അവളുടെ തുടുത്ത കവളിൽ അവന്റെ പല്ലുകൾ ആഴ്ത്തിയിരുന്നു. തന്റെ കവളിൽ അവന്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങുന്നതിനനുസരിച്ച് ശ്രീ വേദന കടിച്ചു പിടിച്ച് കണ്ണുകൾ ഇറുകയടിച്ച് കിടന്നു. നിങ്ങളെന്നെ കാണിച്ചു അല്ലട കാല.
കവളിൽ കൈവച്ച് ശ്രീ ദേഷ്യത്തിൽ ശിവയെ നോക്കി. പാതിരാത്രി ഇതുപോലെ കക്കാൻ കയറിയ ചിലപ്പോൾ കടിച്ചെന്നിരിക്കും. നോക്കിക്കോ, ഞാനത് പറഞ്ഞു കൊടുക്കും. വീറോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ശ്രീ പറഞ്ഞു. ഒന്ന് പോടി, ഇപ്പോൾ നഴ്സറി പിള്ളേരാണെന്ന വിചാരം. ഞാൻ പോകന്നെയാണ്. ശിവയെ നോക്കി പൂജിച്ച് അവന്റെ കൈകൾ തട്ടി മാറ്റി ശ്രീ എണീറ്റ് മുന്നോട്ട് നടന്നു. എന്റെ ശ്രീ, നീ എന്ത് ഭാവിച്ചാ? നിനക്ക് ഒറ്റയ്ക്ക് കേൾക്കാനുള്ള ധൈര്യമൊന്നും ഇല്ലെന്ന് അറിഞ്ഞൂടെ? ശ്രീ ഡോറിന്റെ അടുത്ത് നിന്ന് ശിവയെ തിരിഞ്ഞു നോക്കി മനസ്സിൽ പറഞ്ഞു. പിന്നെ അവനെ നോക്കി ഒരു ലോഡ് പുച്ഛം വാരി വിതറി ബെഡിന്റെ ഒരു ഓരത്ത് പോയി കിടന്നു. എന്താടി, പോകുന്നില്ലേ? ശ്രീ തിരികെ വന്ന് കിടക്കുന്നത് കണ്ട് സംശയത്തിൽ ശിവ ചോദിച്ചു. ഇല്ല, ഞാൻ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകയുടെ സ്വപ്നം കണ്ട് കിടക്കാനല്ലേ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ അവളെ സ്വപ്നം കണ്ട് കിടക്കണ്ട. തന്റെ പേടി ശിവക്ക് മനസ്സിലാകാതിരിക്കാൻ ശ്രീ പറഞ്ഞു. നിനക്ക് എങ്ങനത്തെ കൃത്യമായി മനസ്സിലാകുന്നു? നീ എന്ന രാക്ഷസി ഈ മുറിയിലുള്ളതുകൊണ്ട് വേറെ പ്രേതവും ഭൂതവും കയറി വന്ന പേടി വേണ്ട. ശ്രീ പേടിച്ചിട്ടാണ് ഇവിടെ കിടക്കുന്നതെന്ന് അറിയാവുന്ന ശിവ പറഞ്ഞു. പിന്നെ ഈ 26-ാം നൂറ്റാണ്ടിലാണല്ലോ പ്രേതവും ഭൂതവും ഒക്കെ. ശ്രീ പുതപ്പെടുത്ത് മൂടിക്കൊണ്ട് ശിവയോട് പറഞ്ഞു. അപ്പൊ നിനക്കൊന്നും അറിയില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ഈ റൂമിൽ വെച്ച് ഒരു സായിബ് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അയാളുടെ ആത്മാവ് ഇപ്പോഴും ഇവിടേക്കുണ്ട്. ശിവ ശ്രീയെ ചൂടാക്കാൻ പറഞ്ഞു. കാരണം അവനറിയായിരുന്നു അവൾക്ക് പാറ്റയേക്കാളും പല്ലിയേക്കാളും ഏറെ പേടി മുത്തശ്ശിയിൽ നിന്നും പറഞ്ഞു കേട്ട പ്രേതത്തെയാണെന്ന്. ഫ്രഷ് ഇവിടെ ആരുമില്ലേ ഇതൊന്ന് പറഞ്ഞ് ചിരിക്കാൻ? തള്ളാണെങ്കിൽ കേൾക്കാൻ രസമുണ്ട്. നീ വേണേ വിശ്വസിച്ചാൽ മതി. എല്ലാ വെള്ളിയാഴ്ചയും അയാളുടെ ആത്മാവ് ഇതിലേക്ക് അലഞ്ഞു നടക്കും. പോരാതെ ഇന്ന് വെള്ളിയും പിന്നെ നല്ല മഴയുണ്ട്. ആ ഉറപ്പാണ്. നേരിയൊരു ഭയം തോന്നിയെങ്കിലും പുറത്ത് കാണിക്കാതെ ശ്രീ പറഞ്ഞു. ശിവശ്രീയെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്ത്? ആ സാഹിബിന്റെ പ്രേതം ഇതിലേക്ക് നടക്കുന്നുണ്ടെന്ന്. താ കള്ളം പറയല്ലേ? ബെഡിൽ എഴുന്നേറ്റിരുന്ന് ശിവയെ ചുണ്ടു കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനെന്തിനാ നിന്നോട് കള്ളം പറയുന്നേ? ഇവിടെ പ്രേതനെന്ന് അറിഞ്ഞിട്ട് പിന്നെന്തിനാ നിങ്ങളിവിടെ നിൽക്കുന്നേ? ശ്രീ പേടിയോടെ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് പണ്ടേ ഈ പ്രേതത്തെയും ഭൂതത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ രാക്ഷസിയായി നിന്നെയും കെട്ടി കൂടെ കൂട്ടി നടക്കുന്നത്. അവസാനം ശ്രീയെ നന്നായി പൂജിച്ചുകൊണ്ട് ശിവ പറഞ്ഞു. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇതുപോലൊരു രാക്ഷസനായതല്ലേ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ശിവശ്രീയുടെ മുഖം കണ്ടുള്ളിൽ ഊറിച്ചിരിച്ച് അതും പറഞ്ഞ് ബെഡിൽ കണ്ണുകൾ അടച്ച് കിടന്നു. കോലമോടൻ, എൻ്റെ ഉറക്കം കളഞ്ഞ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? പൊട്ടി തെണ്ടി. ശ്രീ കണ്ണടച്ച് കിടക്കുന്ന ശിവയെ കണ്ട് മനസ്സിൽ പ്രാഗി. ശ്രീ കിടന്നെങ്കിലും ശിവ പറഞ്ഞത് ഓർത്ത് അവൾക്ക് ഉറക്കം വന്നില്ല. പുറത്ത് മഴ ചെറിയ മിന്നലോടുകൂടി ശക്തിയായി പെയ്താൻ തുടങ്ങിയതും ശ്രീ പേടിയോടെ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടന്നു. കുറെ നേരമായെങ്കിലും അന്ന് നിദ്രാദേവി ശ്രീയെ കടാശിച്ചില്ല. പുറത്തെ മഴയുടെ അകത്തെ AC-യുടെ തണുപ്പുണ്ടായിട്ടും ശ്രീ വീർത്തുകൊണ്ടേയിരുന്നു. അതെ ശിവേട്ടാ. ശ്രീ പതിയെ ശിവയുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്ന് ഉറങ്ങുന്നവനെ തോണ്ടി വിളിച്ചുകൊണ്ടിരുന്നു. എന്താടി? ശിവ അവളുടെ സഹിക്കവയ്യാതെ ഉറക്കത്തിനിടയിൽ ചോദിച്ചു. അതെ, നേരത്തെ പറഞ്ഞൊക്കെ സത്യമാണോ? ഒന്ന് മൂളിക്കൊണ്ട് ശിവ തിരിഞ്ഞു കിടന്നതും ശ്രീ അറിയാവുന്ന നാമവും ജപിച്ച് കണ്ണുകൾ അടച്ച് കിടന്നു. ആർത്തലച്ച് പെയ്യുന്ന മഴയിലും പല ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയതും ശ്രീ വീണ്ടും പേടിയോടെ അവൻ്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്ന് അവനെ വിളിച്ചു. എന്താടി? ഉറക്കം മുറഞ്ഞ ദേഷ്യത്തിൽ ശിവ ചോദിച്ചു. പ്രേതം. ശ്രീ പേടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കുന്താണ്? അല്ല, പ്രേതാണ്. നിങ്ങൾ കേൾക്കുന്നില്ലേ ഇല്ലൂടെ കുരക്കുന്നത്? അവൻ വെറുതെ കുരക്കുന്നതാവും. നീ എന്നെ ഡിസ്റ്റർബ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല, ആച്ചമ്മ പറഞ്ഞിട്ടുണ്ട് ഈ നായ്ക്കൾക്കൊക്കെ പ്രേതനൊക്കെ കാണാൻ പറ്റൂന്ന്. അതിനൊക്കെ കാണുമ്പോൾ ഇവർ കുരക്കൂന്ന്. ശ്രീയുടെ വർത്താനം കേട്ട് ശിവക്ക് ഒരു നിമിഷം ചിരിയും ദേഷ്യവും വന്നു. അതിന് നിങ്ങളല്ലേ പറഞ്ഞ് ഇവിടെ സാഹിബിന് പ്രേതം ഉണ്ടെന്ന്? അത് വന്നിട്ടുണ്ടാകും, അതുകൊണ്ടല്ലേ അത് കുരക്കുന്നേ. ശിവയോട് പറ്റിച്ചേർന്ന് കിടന്ന പേടിയോടെ ശ്രീ പറഞ്ഞു. ബെഡ് ലാമ്പിന്റെ അരണ്ട വെളിച്ചത്തിൽ കാണുന്ന അവളുടെ പേടിച്ചേർന്ന കുഞ്ഞു മുഖം കണ്ടതും ശിവ കാലിപ്പ് തോന്നി. ഞാൻ വെറുതെ പറഞ്ഞതാ, അതിന് നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? ശിവരു മയത്തിൽ ശ്രീയോട് പറഞ്ഞു. നിങ്ങൾ ഇവരെ സമാധാനപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലേ? അല്ല. ശിവയുടെ വാക്കുകൾ കേട്ട് ശ്രീക്ക് ഇത്തിരി ആശ്വാസം തോന്നി. അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജഗിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ ടേബിളിന്റെ അടുത്തേക്ക് നീങ്ങി. പെട്ടെന്നാണ് ഒരു വലിയ മിന്നൽ പിണർപ്പ് ഭൂമിയെ പിളർന്നതും ആ നിമിഷം തന്നെ കറണ്ടും പോയിരുന്നു. ആ എന്തിനാടി കാറി കൊടുക്കുന്നത്? കറണ്ട് പോയതാണ്. ശിവ ഫോണിലെ ഫ്ലാഷ് ഓണാക്കി ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് കണ്ണുകൾ ഇറുകടച്ച് നിൽക്കുന്ന ശ്രീയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അതിനു മുമ്പേ ശ്രീ കാറ്റിന്റെ വേഗത്തിൽ വന്ന് അവന് ഇറുകപ്പെടുന്നു. ആ നിമിഷം അവൾ ആലിനെ പോലെ പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കറണ്ടും വന്നിരുന്നു. അവിടേക്ക് നോക്ക്.
ശ്രീ കണ്ണുകൾ തുറക്കാതെ വിൻഡോയുടെ അടുത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അവിടെ എന്താ? അവിടെ ഉണ്ട്. എന്ത്? പ്രേതം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെറുതെ പറഞ്ഞാർന്ന്. അല്ല, അവിടെ ഉണ്ട്. മിന്നലിന്റെ പെടത്ത് ഞാൻ കണ്ടതാ, ഒരു കറുത്ത രൂപം അവിടെ നിൽക്കുന്നത്. അത് പറയുമ്പോൾ ആ മഞ്ചാടി അതിരങ്ങൾ വിതുമ്പുകയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ശ്രീ, അത് നിന്റെ തോന്നലാകും. അല്ല, ഞാൻ ശരിക്കും കണ്ടതാ. അതതുപോലെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു. ഊറൊക്കെ പിച്ച് പറയാതെ കിടന്ന് ഉറങ്ങാൻ നോക്കടി, അവളൊരു പ്രേതം. ശിവദേശത്തിൽ അവൾ അടർത്തി മാറ്റി ബെഡിലേക്ക് കിടന്നു. അവനെ നോക്കി ശ്രീ പേടിയോട് അവൻ്റെ അരികിൽ പോയി കിടന്നു. മിന്നലിൻ്റെയും ഇടിയുടെയും ശക്തി കൂടുന്തോറും ശ്രീ അവനിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്ന് കിടന്നു. ആ തെറ്റ് എൻ്റെ ഭാഗത്താണ്. ഇതുപോലെ സ്ക്രൂ പോയതിനോടൊന്നും തമാശക്കാണെങ്കിൽ പോലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവൻ അള്ളിപ്പിടിച്ച് കിടന്നുകൊണ്ട് വിറക്കുന്ന സ്ത്രീയെ നോക്കി ദീർഘശ്വാസം വിട്ട് ആലെ പോലെ പേടിയോടെ വിറക്കുന്ന സ്ത്രീയെ പൊതിഞ്ഞു പിടിച്ച് അവൻ്റെ കൈക്കുള്ളിലാക്കി കണ്ണുകളടച്ചു. ഇടയ്ക്കെപ്പോഴോ വിറക്കുന്ന അവളുടെ കൈകളും അവനെ ചുറ്റി വരിഞ്ഞിരുന്നു. അവൻ്റെ നെഞ്ചിൻ്റെ ചൂടിലെപ്പോഴോ അവളുടെ പേടിയും മലിഞ്ഞ് അവളും നിദ്രയെ പുലുകിയിരുന്നു. എന്നാൽ ആ രൂപം വീണ്ടും വന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാത്ത ദേഷ്യത്തിൽ പുറത്തേക്കിറങ്ങി തന്നെ കണ്ടപ്പോഴും കൂട്ടിൽ കിടന്ന് നിർത്താതെ കുരക്കുന്ന ലൂണയെ തുറച്ചു നോക്കി മതിലും ചാടി മുഖത്ത് മാസ്ക് എടുത്ത് മാറ്റി ഇരുളിലേക്ക് നടന്നിരുന്നു. എന്നാൽ അയാളെ വീക്ഷിക്കുന്ന മറ്റു 2 ജോഡി കണ്ണുകൾ അയാളും കണ്ടിരുന്നില്ല.